ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പരിശുദ്ധ റമദാൻ ആഗതമായതോടെ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തനങ്ങളും ആരംഭിക്കും. പുണ്യമാസത്തിന്റെ പവിത്രത അർത്ഥപൂർണമാക്കാനായി ഇസ്ലാമിക സമൂഹം തയ്യാറെടുത്തു കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. INLന്റെ ഇടതുമുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നില്ലെന്ന് സംസ്ഥാന നേതൃത്വം. അനാഥ സംരക്ഷണത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ IG S. ശ്രീജിത്ത്. പഠിച്ചിറങ്ങുന്നവരെ കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അധികൃതർക്ക് നൽകണമെന്നും ശ്രീജിത്ത്. പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിക്കാനുള്ള അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. വീരാൻകുട്ടി. വിശദമായ വാർത്തകൾ. അനാഥ സംരക്ഷണത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തരുതെന്നും അനാഥാലയങ്ങളിൽ പഠിച്ചിറങ്ങി തിരിച്ചു പോകുന്നവരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ IG S. ശ്രീജിത്ത്. JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓർഫനേജ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വെള്ളിമാടുകുന്ന് JDTയിൽ വെച്ച് ഓർഫനേജ് മീറ്റ് സംഘടിപ്പിച്ചത്. യത്തീംഖാന മെമ്പർമാരാണ് മീറ്റിൽ പങ്കെടുത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ IG S. ശ്രീജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ അനാഥാലയങ്ങളിൽ പഠിച്ചിറങ്ങി തിരിച്ചുപോകുന്ന കുട്ടികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഓർഫനേജ് അധികൃതർ ബാധ്യസ്ഥരാണെന്ന് IG പറഞ്ഞു. സ്വന്തം മക്കളെന്ന രീതിയിൽ വളർത്തിയാൽ മാത്രം ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. പഠിച്ചിറങ്ങിയവർ എവിടെയെന്ന് വ്യക്തമാക്കണം. പുതിയ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിൽ അനാഥാലയങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ല. അനാഥരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അനാഥ സംരക്ഷണത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തരുതെന്നും IG ആവശ്യപ്പെട്ടു. ഈ കുട്ടിയുടെ സംരക്ഷണത്തിന് ഓർഫനേജും ഇല്ല, സമുദായവുമില്ല, രാഷ്ട്രീയ പാർട്ടികളുമില്ല, വ്യക്തികളുമില്ല. അത് ശരിയാണോ? ഇവിടെ ഒരു നിയമം ഉണ്ടായാൽ ഈ രാജ്യത്തുണ്ടാവുന്ന നിയമം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകമാണ്. നമ്മൾ ഇനി നിയമത്തിന്റെ ഊരാക്കുടുക്കുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ ഈ അനാഥ സംരക്ഷണം എന്ന് പറഞ്ഞ അജണ്ടയ്ക്ക് കൂച്ചുവിലങ്ങിടേണ്ടി വരും. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വന്നതല്ല, ഒരു അനിവാര്യത നിങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും 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 നിങ്ങൾക്കിത് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ MP മാരോടെങ്കിലും പറയുക, ഇത് പാസ്സാക്കരുതെന്ന് പറയുക. ഇല്ലെങ്കിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അനാഥ കുട്ടികൾ കേരളത്തിൽ പഠിക്കണമെന്നും അവർക്ക് ഇവിടെ നിന്നും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓർഫനേജ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. അനാഥ സംരക്ഷണ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. യത്തീംഖാനകളിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടുത്തണമെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. നമ്മുടെ ദൗത്യം കാരണം എല്ലാം നിയമവിധേയമായി നിയമാനുസൃതമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ CP കുഞ്ഞാമത, MLA PTA റഹീം, ജില്ലാ സെക്രട്ടറി CP ആലിക്കോയ തുടങ്ങി ജില്ലയിലെ വിവിധ ഓർഫനേജുകളിലെ അധികൃതരും പങ്കെടുത്തു. INLന്റെ ഇടതുമുന്നണി പ്രവേശന കാര്യത്തിൽ എന്തെങ്കിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ്. മുന്നണി പ്രവേശനത്തിന് INLന് പ്രഥമ പരിഗണന നൽകുമെന്ന് LDF കൺവീനർ വ്യക്തമാക്കിയിരുന്നുവെന്നും LDFലെ പ്രധാന ഘടകകക്ഷിയായ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇക്കാര്യം വ്യക്തമാക്കിയതായും AP അബ്ദുൽ വഹാബ് പറഞ്ഞു. മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നതായി ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. INLന് പ്രഥമ പരിഗണന നൽകും എന്ന് LDF കൺവീനർ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ LDFിലെ മുഖ്യകക്ഷിയായ CPIMന്റെ സെക്രട്ടറി സഖാവ് കോടിയേരി പത്രക്കാരെ അഭിമുഖീകരിച്ച സന്ദർഭത്തിലും INLന് മുന്നണി വിപുലീകരണത്തിൽ പ്രഥമ പരിഗണന നൽകാൻ തീരുമാനമായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
കരിപ്പൂർ അക്രമ സംഭവത്തിൽ അന്വേഷണ സംഘം കുറ്റക്കാരെന്ന് കരുതുന്ന ജവാന്മാരുടെ ലിസ്റ്റ് CISFന് കൈമാറി. ലിസ്റ്റിൽ ഉൾപ്പെട്ട 9 ജവാന്മാരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. CCTV ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ലിസ്റ്റ് തയ്യാറാക്കിയത്. അക്രമശേഷം അന്വേഷണ സംഘം ശേഖരിച്ച വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കുറ്റം ചെയ്തതെന്ന് കരുതപ്പെടുന്ന 9 പേരുടെ പട്ടിക അന്വേഷണ സംഘം തയ്യാറാക്കിയത്. ഈ ലിസ്റ്റ് അന്വേഷണ സംഘം CISFന് കൈമാറി. പ്രതികളെ വരുന്ന 24 മണിക്കൂറിനകം ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം SS യാദവിന്റെ കൊലക്കേസിൽ പ്രതിയായ അജികുമാറിനെ മഞ്ചേരി CJM കോടതിയിൽ ഹാജരാക്കി. ADGP ശങ്കർ റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ CISF ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞവരാണ് പട്ടികയിലുള്ളവർ. എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരിൽ നിന്നും യാദവ് വെടിയേറ്റ് വീണതിന് സമീപമുള്ള KSIയിലെ തൊഴിലാളികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം CISFന് പട്ടിക സമർപ്പിച്ചെങ്കിലും പ്രതികളെ ഇന്ന് വിട്ടു നൽകില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആഴ്ചവട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച കൺവെൻഷൻ ഹാളിന്റെയും ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെയും ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മേയർ AK പ്രേമജവും ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫും ഉദ്ഘാടനം നിർവഹിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ ഹാളും ബാസ്കറ്റ്ബോൾ കോർട്ടുമാണ് പ്രവർത്തനക്ഷമമായത്. കൺവെൻഷൻ ഹാളിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ AK പ്രേമജം നിർവഹിച്ചു. 23 ലക്ഷം രൂപ ചെലവിലാണ് കൺവെൻഷൻ ഹാൾ നിർമ്മിച്ചത്. ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവിലാണ് ബാസ്കറ്റ്ബോൾ കോർട്ട് നിർമ്മിച്ചത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KD അജയ് ഘോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൌൺസിലർ NC മോയിൻകുട്ടി, KT ബീരാൻ കോയ, കവിത അരുൺ, ചേമ്പിൽ വിവേകാനന്ദൻ, സൌദാമിനി ടീച്ചർ, പ്രിൻസിപ്പൽ S ശോഭന, ആഴ്ചവട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് KP വിജയലക്ഷ്മി, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് TK മൈഥിലി, BK പ്രേമൻ, പതിയേരി ബാബുരാജ്, കോർപ്പറേഷൻ സെക്രട്ടറി BK ബാലരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമ്മയായ ഭൂമിയെ കാർന്നു തിന്നുന്ന മക്കളാണ് നമ്മളെന്നും നമ്മുടെ മക്കളെ പ്രകൃതിയെ സ്നേഹിക്കാനും പരിചരിക്കാനും പഠിപ്പിക്കണമെന്ന് വടകര വിദ്യാഭ്യാസ ഓഫീസർ EK സുരേഷ്. ഓയിസ്ക സ്കൂൾ തല ലവ് ഗ്രീൻ ക്ലബ് ടീച്ചർ കോർഡിനേഷന്മാരുടെ ജില്ലാതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓയിസ്ക സ്കൂൾ തല ലവ് ഗ്രീൻ ക്ലബ് ടീച്ചർ കോർഡിനേറ്റർമാർക്കുള്ള ജില്ലാതല ഏകദിന പരിശീലനമാണ് UKS റോഡിലെ ഓയിസ്ക യൂത്ത് സെന്ററിൽ വെച്ച് നടന്നത്. ഓയിസ്ക മുൻ വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ അധ്യക്ഷനായ പരിപാടി വടകര വിദ്യാഭ്യാസ ഓഫീസർ EK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അമ്മയായ ഭൂമിയെ കാർന്നു തിന്നുന്ന മക്കളാണ് നമ്മളെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മക്കളെ പ്രകൃതിയെ സ്നേഹിക്കാനും പരിചരിക്കാനും പഠിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ് അവർക്കുള്ളത്. ക്ലേ പോലെയാണ് അവരുടെ മനസ്സ്. നിങ്ങൾക്ക് എങ്ങനെ മോൾഡ് ചെയ്യാൻ കഴിയുമോ അതുപോലെ അവരെ നമുക്ക് മാറ്റിയെടുക്കാം. അമ്മയായ ഭൂമിയെ കൊന്നുകൊണ്ടിരിക്കുന്ന മക്കളാണ് നാം ഇപ്പോൾ. അതിൽ നിന്ന് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഭൂമി കാത്തു സൂക്ഷിക്കേണ്ട ദൈവികമായ ഒരു നിയോഗം നാം ഓരോരുത്തരും അതേ ഗൗരവത്തോട് തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഓയിസ്ക ജനറൽ സെക്രട്ടറിയും ഡയറക്ടറുമായ M അരവിന്ദ് ബാബു, ചീഫ് കോർഡിനേറ്റർ PK നളിനാക്ഷൻ, ഓയിസ്ക കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TO രാമചന്ദ്രൻ, PD മാത്യു, ശാന്ത അച്യുതൻ, KT സെബാസ്റ്റ്യൻ, ഓയിസ്ക സെക്രട്ടറി ദിനേശൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രൂപ്പ് ചർച്ചയും പദ്ധതി അവലോകനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്തു. സീഡ് ബെഡ് മൈക്രോ നഴ്സറീസ്, വീടുകളിൽ സജ്ജമാക്കാവുന്ന ആരോഗ്യ ഉദ്യാനം എന്നിവയെക്കുറിച്ചും ചർച്ച നടന്നു. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്.
കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. പൊക്കുന്ന് നെച്ചിക്കാട്ടുപറമ്പിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി നെച്ചിക്കാട്ടുപറമ്പ് പരിസര സംരക്ഷണ സമിതി നേതൃത്വത്തിൽ പൊക്കുന്ന് മേഖലയിൽ ഹർത്താൽ നടത്തി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താലിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹന ഗതാഗതത്തെ ഹർത്താൽ ബാധിച്ചില്ല. കിണാശ്ശേരി പൊക്കുന്നിലെ വിവാദ ഫ്ളാറ്റ് നിർമ്മാണത്തെ ചൊല്ലി ചൊവ്വാഴ്ച വൈകിട്ട് സംഘർഷമുണ്ടായിരുന്നു. നിർമ്മാണം നിർത്തിവെച്ച സ്ഥലത്തേക്ക് മെറ്റലുമായി ലോറി എത്തിയതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. സംഭവമറിഞ്ഞ് വൻ ജനക്കൂട്ടം പ്രതിഷേധവുമായി എത്തി. കസബ പോലീസ് എത്തി രംഗം ശാന്തമാക്കി. പ്രദേശത്ത് 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ലോറി തടയുന്നവരെ നേരിടാൻ ഫ്ളാറ്റ് ഉടമകൾ ഗുണ്ടകളെ അയച്ചതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രവൃത്തി നിർത്തിവെച്ച സ്ഥലത്തേക്ക് വണ്ടി കയറ്റിയതറിഞ്ഞാണ് നാട്ടുകാർ സംഘടിച്ചത്. ലോറിക്ക് അകമ്പടിയുമായി വന്ന കാർ പ്രതിഷേധക്കാർ തകർത്തു. സംഘർഷത്തിൽ പരിക്കേറ്റ എം അബ്ദുൾ സമീർ, PC സിറാജ് എന്നിവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രകടനം നടത്തിയിരുന്നു. അക്രമത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പൊക്കുന്ന് മുതൽ മാങ്കാവ് കടിപ്പിനി വരെ ആക്ഷൻ കമ്മിറ്റി ഹർത്താൽ ആചരിച്ചു. പ്രകോപനമില്ലാതെ ഗുണ്ടകളെ വിട്ട് സമരക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമാണ് ഉണ്ടായതെന്ന് ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പൊക്കുന്ന് നെച്ചിക്കാട്ട് പറമ്പിൽ 18 നിലകളിലായി 114 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിണാശ്ശേരി മുസ്ലിം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. നെച്ചിക്കാട്ട് പറമ്പ് ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് CPM വളയനാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ നടത്തി. നാട്ടുകാരെ ദുരിതത്തിലാക്കി പൊക്കുന്ന് കുളങ്ങര പീടികയിൽ നിർമ്മിക്കുന്ന അപ്പാർട്ട്മെന്റ് നിർമ്മാണം നിർത്തിവെപ്പിക്കണമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം കഴിഞ്ഞ ദിവസം പ്രമേയം മുഖേന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിക്കാനുള്ള അനുമതിയുടെ അധികാരം സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുമെന്ന പേരിൽ നിർമ്മാണാനുമതി കൊടുക്കാത്തതിന് കമ്മീഷനിൽ വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് സംഘടിപ്പിച്ചത്. സിറ്റിംഗിൽ 25ഓളം പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 5 തീർപ്പ് കൽപ്പിച്ചു. നിരവധി പുതിയ പരാതികളും ലഭിച്ചിട്ടുണ്ട്. 8 മാസത്തിനകം പുതിയ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി അറിയിച്ചു. പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിക്കാനുള്ള അനുമതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തിരിച്ചു നൽകണമെന്നും ഇത് കലക്ടറുടെ അധികാര പരിധിയിൽ നിന്നും മാറ്റാനുള്ള നിയമ ഭേദഗതി സർക്കാർ കൈക്കൊള്ളണമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 2005 LDF സർക്കാരാണ് പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിക്കാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട നിയമം കലക്ടറുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുത്തിയത്. ഇതുമൂലം ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ശ്മശാനങ്ങളും പള്ളികളും നിർമ്മിക്കാൻ അനുമതി നൽകുന്നില്ലെന്ന് കാണിച്ച 15ഓളം പരാതികൾ കമ്മീഷന് ലഭിച്ചിട്ടുമുണ്ട്. സാമുദായിക സ്പർദ്ധയുണ്ടാകുമെന്ന പേരിലാണ് പള്ളികൾക്കും ശ്മശാനങ്ങൾക്കും അനുമതി കൊടുക്കാത്തതെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിച്ച വിവരം. ഈ നിയമം ലഘൂകരിക്കണമെന്നും ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ മെല്ലെപ്പോക്ക് സമീപനം സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്നും M വീരാൻകുട്ടി ആവശ്യപ്പെട്ടു. ഏതെങ്കിലും ആ സ്ഥലത്തുപെട്ട പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും, വസ്തുതകൾ മനസ്സിലാക്കാതെ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മതസംഘടനകളിലോ മറ്റ് സാമുദായിക സംഘടനകളിലോ പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി കൊടുക്കാത്തതിൽ കമ്മീഷന് വിയോജിപ്പുണ്ട്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരുടെ ഔദ്യോഗിക സ്ഥാനം സാമ്പത്തിക സമാഹരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ജോലിക്ക് വിഘ്നം ഇല്ലാത്ത തരത്തിൽ മതസംഘടനകളിൽ പ്രവർത്തിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ഡ്യൂട്ടിക്ക് വിഘ്നം വരാത്ത സാമൂഹ്യ സാംസ്കാരിക ജനസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 48 പ്രകാരം അനുവാദമുണ്ട്. കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് VV ജോഷി, അഡ്വക്കേറ്റ് KK മറിയുമ തുടങ്ങിയവരും പങ്കെടുത്തു.
ഈ വർഷത്തെ റംസാനിൽ 60 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി കാരന്തൂർ മർക്കസ്. രാജ്യവ്യാപകമായി 5 ലക്ഷം പേർക്കുള്ള ഇഫ്താർ വിരുന്നുകൾ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ വിതരണം, വസ്ത്രവിതരണം, മതപ്രഭാഷണം, സൗഹൃദ സദസ്സുകൾ എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിൽ കഴിയുന്ന റോഹിംഗ്യൻ മുസ്ലിംകൾക്ക്, റോഹിംഗ്യൻ വംശജരായിട്ടുള്ള അഭയാർത്ഥികൾക്കുള്ള പ്രത്യേക പാക്കേജാണ്. അവർക്കുള്ള 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്നുകളും മറ്റു കിറ്റുകളും ഇതോടൊപ്പം മർക്കസ് വിതരണം ചെയ്യുന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ മർക്കസ് നടപ്പിലാക്കുന്ന റംസാൻ ക്യാമ്പയിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ പ്രത്യേക ട്രെയിനിംഗ് ലഭിച്ച വോളണ്ടിയർമാരാണ് ദേശീയതലത്തിൽ മർക്കസ് നടത്തുന്ന റംസാൻ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് സമൂഹ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 5 ലക്ഷം പേർക്ക് മർക്കസ് റംസാൻ പദ്ധതികളുടെ സഹായമെത്തും. കാരന്തൂർ മർക്കസിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പങ്കെടുക്കും. നന്മയിൽ അധിഷ്ഠിതമായ കാർഷിക സംസ്കാരത്തിന്റെ പ്രചരണാർത്ഥം മർക്കസ് മസ്ര പ്രൊജക്ട് ആരംഭിക്കും. ജൂൺ 20 മുതൽ മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും. റംസാൻ 27-ന് മർക്കസിൽ നടക്കുന്ന ആത്മീയ സംഗമം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്നും മർക്കസ് സാരഥികൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിശുദ്ധ റമദാനിൽ വൈജ്ഞാനിക മേഖല പരിപോഷിപ്പിക്കാൻ കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ ഗ്രന്ഥങ്ങളുമായി ഇക്ര ഇസ്ലാമിക് പുസ്തകമേള ആരംഭിച്ചു. ഇസ്ലാമിക് യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മേള ഇസ്ലാമിക് ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം പ്രസാധകരുടെ കൂട്ടായ്മയായ ഇസ്ലാമിക് ഹെറിറ്റേജ് ട്രസ്റ്റ് റമദാനോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക പുസ്തകമേള ആരംഭിച്ചു. ഇക്ര ഇസ്ലാമിക പുസ്തകമേള ജൂൺ 17 മുതൽ 26 വരെ കോഴിക്കോട് നാഷണൽ ആശുപത്രിക്ക് സമീപമുള്ള ഇസ്ലാമിക് യൂത്ത് സെന്ററിലാണ് നടക്കുന്നത്. ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞാലൻകുട്ടി ഹാജി മേള ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ റഷീദ് മക്കട, ഇസ്ലാമിക് ഹെറിറ്റേജ് ട്രസ്റ്റ് സെക്രട്ടറി സിദ്ദീഖ് കുറ്റിക്കാട്ടൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ വിവിധ മുസ്ലിം പ്രാസാധനാലയങ്ങൾ പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ചരിത്രകൃതികൾ, കർമ്മശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ പുസ്തകങ്ങൾ 20% മുതൽ 50% വരെ വിലക്കിഴിവിലാണ് ഈ മേളയിൽ ലഭ്യമാവുക. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പുസ്തകമേള നടക്കുന്നത്. ഇതുകൂടാതെ ബാലസാഹിത്യ കൃതികൾ, CD-കൾ, വിവർത്തന കൃതികൾ എന്നിവയും ലഭ്യമാകും. മുസ്ലിം പ്രാസാധകരായ തേജസ് ബുക്സ്, വചനം, മുഫ്തിർ, അദർ, പ്രതിഭ, വിചാരം, IPH, പൂങ്കാവനം, ഒലിവ്, അൽഹുദ എന്നിവരുടെ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. INL പാർട്ടി ഘടകങ്ങളുടെയും പ്രവാസികളായ പ്രവർത്തകരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി INL സംസ്ഥാന കമ്മിറ്റി. പെൻഷനും സ്കോളർഷിപ്പും ഉൾപ്പെടെ 5 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് INL നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷനും പാവപ്പെട്ടവരും മിടുക്കരുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള 5 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് INL സംസ്ഥാന ഘടകം ആവിഷ്കരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രവാസി പോഷക സംഘടനയായ IMCC ജിദ്ദ കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. തുടക്കത്തിൽ 250 കുടുംബങ്ങൾക്കും തുടർന്ന് 1000 കുടുംബങ്ങൾക്കും മാസാന്തം 1000 രൂപ വീതമാണ് പെൻഷൻ നൽകുക. ഗൾഫ് മേഖലയിലെ മറ്റു പ്രവിശ്യകളിലുള്ള IMCC കമ്മിറ്റികളും സമാനമായ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നുണ്ട്. വിവിധ പേരുകളിൽ ജില്ലാ ശാഖാതലങ്ങളിൽ ഇതിനകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ INL റിലീഫ് സംരംഭങ്ങളും മേലിൽ മില്ലത്ത് സാന്ത്വനം എന്ന ഒരൊറ്റ പേരിലായിരിക്കും അറിയപ്പെടുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ചെയർമാനും ബഷീർ ബഡേരി കൺവീനറുമായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് മില്ലത്ത് സാന്ത്വനത്തിന് നേതൃത്വം നൽകുക. പാർട്ടി പ്രവർത്തകർ മുൻകൈയെടുത്തുണ്ടാക്കിയ ബൈത്തുന്നൂർ വീട് നിർമ്മാണ പദ്ധതിയും മില്ലത്ത് സാന്ത്വനത്തിന്റെ കീഴിൽ കൊണ്ടുവരും. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 വർഷത്തിലേറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിനെ പാർട്ടിയുടെ മെഡിക്കൽ രംഗത്തെ സേവന വിഭാഗമായി തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൌജന്യമായി മരുന്നുകൾ ലഭ്യമാക്കുന്ന സേവനമാണ് MMCT ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഒരു ഡയാലിസിസ് കേന്ദ്രവും പാലിയേറ്റീവ് കെയർ യൂണിറ്റും തുടങ്ങാൻ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും MMCTയുടെ സേവന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു. ചെയർമാൻ അഹമ്മദ് ദേവർകോവിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ്, ബഷീർ ബഡേരി, KP ഇസ്മായിൽ, NK അബ്ദുൽ അസീസ്, അബ്ദുള്ളക്കുട്ടി ചെട്ടിപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്.
കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 2, 3, 7 റാങ്കുകൾ കോഴിക്കോട് ജില്ലയിൽ. പാതിരിയാട് വീടിൽ ഹസന്റെ മകൻ അമീർ ഹസനാണ് 2ാം റാങ്ക്. +2-ന് 1200-ൽ 1200 മാർക്ക് നേടിയ അമീർ ഹസൻ കൊക്കലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിന്നാണ് +2 പഠനം പൂർത്തിയാക്കിയത്. അഭിനന്ദനങ്ങളുമായി നിരവധി പേരാണ് എത്തിയത്. പൊതുവിദ്യാലയത്തിൽ പഠിച്ച കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ അമീർ ഹസന്റെ വിജയത്തിൽ അവിടന്നല്ലൂർ ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ വർഷം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 40ാം റാങ്കും NIT പ്രവേശനം ലഭിച്ചിട്ടും അത് ഒഴിവാക്കി മദ്രാസ് ITയിലെ മെക്കാനിക്കൽ വിഭാഗം ലക്ഷ്യമാക്കിയാണ് ഈ വർഷം എൻട്രൻസിന് വീണ്ടും തയ്യാറെടുത്തത്. കോക്കലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1200-ൽ 1200 നേടിയാണ് അമീർ +2 പാസ്സായത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര ക്വിസിൽ പലതവണ സംസ്ഥാന തലത്തിൽ ജേതാവായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി ജപ്പാനിൽ നടന്ന കോൺഫറൻസിലും പങ്കെടുത്തു. കുസാറ്റ് എൻട്രൻസിൽ ഈ വർഷം 7ാം റാങ്കാണ് ലഭിച്ചത്. ഇത്തവണ 5ാം റാങ്കിനുള്ളിൽ വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതായും അമീർ ഹസൻ പറഞ്ഞു. എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും, പിന്നെ ഞാൻ ഇവിടെ ഹയർ സെക്കൻഡറി പഠിച്ച +1, +2 പഠിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കോക്കല്ലൂരിലെ അധ്യാപകരെ ഈ അവസരത്തിൽ ഓർക്കാണ്. പിന്നെ എന്നെ ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ച മാതാപിതാക്കൾ, പിന്നെ അതുപോലെ മറ്റധ്യാപകർ, നാട്ടുകാർ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു. മൂലാട് മാപ്പിള LP സ്കൂൾ പ്രധാനാധ്യാപകനായ P. അസന്റെയും വീട്ടമ്മയായ സജിനയുടെയും മകനാണ് ഏക സഹോദരി അസ്ലഹ ഫർഹത്ത്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. കോട്ടൂളിലെ വിദേശ മദ്യഷാപ്പ് ജനഹിതം മാനിച്ച് ഉടൻ അടച്ചുപൂട്ടാൻ സർക്കാർ സന്നദ്ധമാവണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ DM രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. കോട്ടൂളി വിദേശ മദ്യഷാപ്പിന് മുന്നിൽ മദ്യനിരോധന സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടൂളിയിലെ ബീവറേജ് വിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TM രവീന്ദ്രൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. കോട്ടൂളിയിലെ വിദേശ മദ്യഷാപ്പ് ജനഹിതം മാനിച്ച് ഉടൻ പൂട്ടാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പ്രൊഫസർ TM രവീന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ സമൂഹത്തിലെ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിൽ, ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ, ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിയില് വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ട് എന്ന് നമുക്കറിയാം. മദ്യമുണ്ട്, മയക്കുവസ്തുക്കളുണ്ട്, പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ഇവയെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഹരി വസ്തുക്കളാണ്. കേരള മദ്യനിരോധന സമിതി ഇവയെല്ലാം ഒരേ നാണയത്തിൽ എതിർക്കുകയും ചെയ്യുകയാണ്. കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ഹാജി മായി നേരത്ത് അധ്യക്ഷം വഹിച്ചു. റിട്ടയർഡ് ജഡ്ജി ശാന്തകുമാരി മേനൻ, VK ബാലകൃഷ്ണൻ നായർ, സോഷ്യ വാസു, സുഭാഷ് ആബേൽ, KC രാമചന്ദ്രൻ, സേവാഭാരതി സുബ്രഹ്മണ്യൻ, അഷ്റഫ് ചേലാട്ട്, പൊയ്യിൽ കൃഷ്ണൻ, സിസ്റ്റർ മൗറില്യ, അജിത, പട്ടയാട്ട് അബ്ദുള്ള, കുര്യൻ ചമ്പനാനി, ഗൌരി ശങ്കരൻ, ശ്രീധരൻ മാസ്റ്റർ നന്മണ്ട, പ്രൊഫസർ OJ ചിന്നമ്മ, വാസു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യത്തിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ശാസ്ത്രീയ മേഖലകൾ അതിവേഗം കാവ്യവൽക്കരിക്കപ്പെടുകയും സാമ്പത്തിക രംഗം കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയുമാണെന്ന് സേവ് ഇന്ത്യ ഫോറം കോഴിക്കോട് ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യാവകാശ പ്രവർത്തക ഡീസ്റ്റാ സെറ്റൽവാദ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ സെൽഫികളെ വാനോളം വാഴ്ത്തുന്ന മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ടീസ്ത സെറ്റൽവാദ് പറഞ്ഞു. സേവ് ഇന്ത്യ ഫോറം സംഘടിപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
ഇന്ത്യൻ ഭരണവ്യവസ്ഥയും സാമൂഹിക അടിത്തറയും ആസൂത്രിതമായി തകർത്തെറിയുകയും പൊതുമുതൽ ഒന്നടങ്കം കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുകയുമാണ് മോദി സർക്കാർ ചെയ്യുന്നത്. ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് BJP അല്ല, RSS ആണ്. ഓരോ വർഷത്തിനിടയിലുണ്ടായ ഓരോ സംഭവവും അതാണ് തെളിയിക്കുന്നതെന്നും ടീസ്ത പറഞ്ഞു. And in fact declared its intent to convert this country into a Hindu Rashtra when it shot dead Mahatma Gandhi on 30th of January 19. സേവ് ഇന്ത്യ ഫോറം പ്രസിഡന്റ് A. ഗോപാൽ മേനോൻ അധ്യക്ഷം വഹിച്ചു. റാം പുനിയാനി മുഖ്യപ്രഭാഷണം നടത്തി. ജോൺ ദയാൽ, KN കുഞ്ഞാമുദ്, ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രൊഫസർ P. കോയ, സേവ് ഇന്ത്യ ഫോറം ജനറൽ സെക്രട്ടറി പ്രദീപ് ഉഷസ് എന്നിവർ സംസാരിച്ചു. ഗോപാൽ മേനോൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി അൺഹോളി വാർ ടീസ്ത സത്ലവാദ് പ്രകാശനം ചെയ്തു. രാം പുനിയാനി ഏറ്റുവാങ്ങി. റാം പുനിയാനിയുടെ നരേന്ദ്രമോദി പൊളിറ്റിക്കൽ അജണ്ട, ഡോക്ടർ അംബേദ്കർ, സ്ട്രിംഗർ ഫോർ സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് എന്നീ പുസ്തകങ്ങൾ ജോൺ ദയാൽ പ്രകാശനം ചെയ്തു. KN കുഞ്ഞാമുദ്, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ ഏറ്റുവാങ്ങി. TB സെൽവരാജ് എഴുതിയ ഇന്നലകളിൽ കോഴിക്കോട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് R. ബസന്ത് MGS നാരായണന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കോഴിക്കോടിന്റെ ചരിത്ര പശ്ചാത്തലം വിശദമാക്കുന്ന ലേഖന സമാഹാരമായ ഇന്നലകളിലെ കോഴിക്കോട് പ്രകാശനം ചെയ്തു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം രചിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് TB സെൽവരാജാണ്. മാതൃഭൂമി നഗരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പൈതൃകം പങ്ക്തിയിലെ ലേഖനങ്ങളുടെ സമാഹാരമാണിത്. ജസ്റ്റിസ് R. ബസന്ത് പുസ്തകം പ്രൊഫസർ MGS നാരായണൻ നൽകി പ്രകാശനം ചെയ്തു. ചരിത്ര വിവരങ്ങൾ കണ്ടെത്തുകയും അത് മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് കഠിന പ്രയത്നം വേണമെന്ന് MGS നാരായണൻ പറഞ്ഞു. വെറുതെ എഴുതിവെക്കാതെ വ്യക്തികളും സംഭവങ്ങളും തമ്മിലുള്ള ജൈവബന്ധം കണ്ടെത്തി അവതരിപ്പിക്കാൻ സാധിക്കണം. വിഷയങ്ങളിൽ നിന്ന് അതിപ്രാധാന്യമുള്ളത് കണ്ടെത്തണം. സെൽവരാജിന്റെ പുസ്തകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയിലൂടെ അദ്ദേഹം അതിൽ വിജയിച്ചിരിക്കുന്നുവെന്നും MGS നാരായണൻ പറഞ്ഞു. ചടങ്ങിൽ മാതൃഭൂമി റിട്ടയർഡ് ഡെപ്യൂട്ടി എഡിറ്റർ T. സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് വിശ്വംഭരൻ, VM സുകേഷ് ദാസ്, MC വസിഷ്ഠ്, TB സെൽവരാജ്, അഡ്വക്കേറ്റ് KA മോഹൻരാജ്, നിതാന്ത് L. രാജ് എന്നിവർ സംസാരിച്ചു. ബാലുശ്ശേരി ബസ് ഓണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പുന്നശ്ശേരി മേലെ തെരുവത്ത് KK കോയയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കഴിഞ്ഞ ദിവസം കാട്ടമ്പള്ളിയിലെ പെട്രോൾ പമ്പിന് സമീപം കോയ സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിച്ചാണ് മരണം സംഭവിച്ചത്. കാട്ടാമ്പള്ളി പെട്രോൾ പമ്പിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ബാലുശ്ശേരി ഭാഗത്തു നിന്നും പനായിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്ന KK കോയയെ സ്വകാര്യ ബസ് ഇടിച്ചിടുകയായിരുന്നു. സ്കൂട്ടർ പൂർണ്ണമായും ബസ്സിനുള്ളിൽ അകപ്പെട്ടു. നാട്ടുകാരും പോലീസും ചേർന്ന് ബസ്സിനുള്ളിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടാമ്പള്ളി ഭാഗത്ത് അപകടം നിത്യസംഭവമാണ്. റോഡരികിൽ മരങ്ങൾ കൂട്ടിയിടുന്നതും ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ സഞ്ജീവൻ കിണറുള്ളതിൽ പറഞ്ഞു. റോഡിന്റെ ഇരുവശങ്ങളിലും മരങ്ങൾ കൊണ്ട് കൂട്ടിയിടുന്നതും അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലും ബസ്സുകൾ നിർത്തിയിടുന്നതും ഈ പുത്തോട്ടം പ്രദേശത്ത് അപകടങ്ങൾ പെരുകുന്ന ഒരു കാരണമായിട്ടാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാട്ടാമ്പള്ളി മുതൽ ബ്ലോക്ക് റോഡ് വരെ വാഹനങ്ങളുടെ അമിത വേഗതയും പലപ്പോഴും അപകടത്തിന് കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം നേരിടുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. INLന്റെ ഇടതുമുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നില്ലെന്ന് സംസ്ഥാന നേതൃത്വം. അനാഥ സംരക്ഷണത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ IG S. ശ്രീജിത്ത്. പഠിച്ചിറങ്ങുന്നവരെ കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അധികൃതർക്ക് നൽകണമെന്നും ശ്രീജിത്ത്. പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിക്കാനുള്ള അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. വീരാൻകുട്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, Malabar Gold and Diamonds. Celebrate the beauty of life.